അനീനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ജെനുവിൻ, കൈൻഡ് അറ്റ് ഹാർട്ട്, എ വെരി പ്യുവർ സോൾ, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണ്. കുറേ മാസത്തെ പ്ലാനിങ് ആയിരുന്നു ആക്ച്വലി. കുറേ നാളത്തെ തിണ്ടി തിരിച്ചു മെമ്മറീസ് തന്നെ. അവൾ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അബിനെ കണ്ടുകിട്ടിയത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. അബി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞത് എൻ്റെ അമ്മയോട് ചോദിക്കണമെന്നായിരുന്നു. അങ്ങനെ എനിക്ക് അവനോടുള്ള ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് വന്ന് ചോദിച്ചെന്നുള്ളതാണ്. ഏറ്റവും ഞാൻ അഭിമാനിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ അവർ ഒന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അനിയത്തി അവരെന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും പകത്ത് എപ്പോഴും എവിടെ പോകുമ്പോഴായാലും അനിയത്തിക്ക് വേണം, അനിയത്തിനെ നോക്കും, വയ്യാണായാലും ഒക്കെ അവൾ നന്നായിട്ട് നോക്കും. ഇനിയിപ്പോൾ അനിയത്തിക്കാണെങ്കിലും അവളെ മാർഗദർശി ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ശിവനും പാർവതിയും പോലെ അവർ എന്താ പറയുക, ആ ഒരു സ്നേഹം പോലെ ഭംഗിയായിട്ട് വരട്ടെ. എനിക്കൊരു മോനെ കിട്ടി, 2 പെൺകുട്ടികളായിരുന്നു, അപ്പോൾ ഒരു മോനെ കിട്ടി. ഫൈനലി എല്ലാം അടിപൊളിയായി ഈ രൂപത്തിൽ കൊണ്ടുവന്ന് തന്നെ. പോലീസ് ക്വാർട്ടേഴ്സിന് ആദ്യം അറിയാം, പക്ഷേ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം പ്രപ്പോസ് ചെയ്തു, അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും ഒക്കെ പറഞ്ഞു, ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു പഠിച്ചോ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്നല്ല പറയും, ഒന്നുമില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് സിങ്കായെ. ഞാൻ നന്നായി സംസാരിക്കും, ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും, അവൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് അട്രാക്ഷൻ അല്ലേ, അങ്ങനെ അട്രാക്റ്റഡ് ആയി. ചെറുതാകുമ്പോൾ ആക്ച്വലി ചേച്ചീനെ കുറെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. അവളായിരുന്നു ആദ്യം അഗെയിൻസ്റ്റ് ആയത് വീട്ടില്. ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു, ഞാൻ എന്താ ചേച്ചി കല്യാണം കഴിച്ച് പോയാൽ എൻ്റെ അബി അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു 7 വർഷത്തെ പ്ലാനിങ്ങാണ് അബിക്ക്. വളരെ മനോഹരമായി അബി നടത്തുകയും അത് വളരെ വിജയകരമായി ഇന്ന് അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ തുടർച്ച ഇതിലും മനോഹരമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അബിക്കും അനിക്കും ബെസ്റ്റ് വിഷസ്.